ഹലോ ഗായ്സ്, ഇന്ന് നമുക്ക് 1 മണിക്കൂർ കൊണ്ട് കപ്സ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിന് ആദ്യം ഒരു വലിയ പാത്രം എടുത്ത് അതിലോട്ട് നമ്മൾ വെളിച്ചെണ്ണയാണ് ആഡ് ചെയ്യുന്നത്. എണ്ണ ഒന്ന് ചൂടാവുമ്പോൾ അതിലോട്ട് കറുവപ്പട്ട, ഏലക്കായ, ഗ്രാമ്പു, വലിയ ജീരകം, പിന്നെ 2-3 കുരുമുളക്. എന്നിട്ട് ഇതെല്ലാം നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. എന്നിട്ട് അതിന് ശേഷം നമ്മൾ കുറച്ച് സവാള ചെറുതായി അരിഞ്ഞതും കൂടി ആഡ് ചെയ്യാം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. അതിലോട്ട് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്യാം. നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ഇടാം. എന്നിട്ട് അതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാലപ്പൊടികൾ ഇടാം. ആദ്യം 1 സ്പൂൺ ഗരം മസാല, മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി. എരിവിന് ആവശ്യത്തിന് നിങ്ങൾക്ക് അത് അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ 2 തക്കാളി അരച്ച മിക്സും കൂടി ആഡ് ചെയ്യാം. എന്നിട്ട് അത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ പച്ചമണം മാറുന്നതിനനുസരിച്ച് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതിലോട്ട് നമ്മൾ കഴുകി വെച്ച ചിക്കൻ ആഡ് ചെയ്യാം. ഞാനിവിടെ ഒരു 1.5 കിലോ ചിക്കനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. എന്നിട്ട് ആ മസാല കൂട്ടിലോട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് വേവിക്കാം. ചിക്കൻ വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി നമ്മൾ ആഡ് ചെയ്യാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഉപ്പുണ്ടോ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം. ഇനി ചിക്കൻ വേവാൻ വേണ്ടിയിട്ട് നമ്മൾ അതൊന്ന് അടച്ച് വെച്ച് വേവിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചിക്കൻ വെന്ത് കഴിഞ്ഞു. ഇനി അത് നമുക്ക് എടുത്ത് മാറ്റാം. ഈ വെള്ളത്തിലായിരിക്കും നമ്മൾ റൈസ് വേവിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഈ ചിക്കൻ മാറ്റി വയ്ക്കാം. ഇവിടെ ചിക്കൻ സ്റ്റോക്ക് ഉള്ളത് ഒരു 1.5 കപ്പാണ്. അപ്പോൾ ഞങ്ങൾ അരി എടുത്തിരിക്കുന്നത് 1.5 കപ്പ് അരിയാണ്. അപ്പോൾ അതിനൊരു 2.5 കപ്പ് വെള്ളം വേണം. ആ ഒരു കണക്കിനാണ് എടുത്തിരിക്കുന്നത്. മന്തി റൈസാണ് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. എന്നിട്ട് അതിലോട്ട് 1 സ്പൂൺ നെയ്യും ആവശ്യത്തിന് ഉപ്പും പിന്നെ ഒരു ചെറുനാരങ്ങ നീരും ആഡ് ചെയ്തിട്ടുണ്ട്. ആ വെള്ളം തിളച്ച് വരുമ്പോൾ നമ്മൾ അരി ആഡ് ചെയ്യാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവേ. എന്നിട്ടൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. അരി വേവുന്ന സമയത്ത് നമുക്ക് ചിക്കൻ വറുക്കാം. അതിനായി ആദ്യം മസാലക്കൂട്ട് തയ്യാറാക്കാം. അതിന് 1 സ്പൂൺ മുളക് പൊടി, കുരുമുളക് പൊടി, പിന്നെ കുറച്ച് വെള്ളം, ആവശ്യത്തിന് ഉപ്പിട്ട് നന്നായി മിക്സ് ചെയ്താൽ നമുക്ക് ഈ ഒരു പരുവത്തിലും മസാല റെഡിയാക്കാം. എന്നിട്ട് അതിലോട്ട് നമ്മൾ ആ വേവിച്ച ചിക്കൻ ആഡ് ചെയ്ത് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വയ്ക്കാം.
വെളിച്ചെണ്ണ ആഡ് ചെയ്ത് നമുക്ക് മസാല പുരട്ടി വെച്ച ചിക്കൻ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ ഫ്രൈ ആവുമ്പോൾ നമ്മൾ അരി ഒന്ന് നോക്കിയേക്കാം. അപ്പം അരി കുറച്ചും കൂടി വേവാണ്ട്, അതുകൊണ്ട് നമ്മൾ ഒന്നും കൂടി ഒന്ന് അടച്ച് വെച്ച് വേവിക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ചിക്കൻ ഇവിടെ ഫ്രൈ ചെയ്ത് വന്നിട്ടുണ്ട്. വേവിച്ച ചിക്കനായ കാരണം പെട്ടെന്ന് തന്നെ വന്നു. നമ്മൾ അരിയും കുറച്ച് നേരം കൊണ്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. നമ്മൾ ആ അരി ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്ത് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഫ്രൈ ചെയ്ത ചിക്കൻ അതിന് മുകളിൽ ലെയർ ചെയ്ത് വെക്കാം. എന്നിട്ട് അത് കുറച്ച് നേരം ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. അങ്ങനെ നമ്മുടെ കബ്സ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ട കൂടുതൽ വീഡിയോസിനായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.